ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടി റൂമിലേക്ക് തിരികെ വന്നപ്പോൾ അലീന കിടന്നുറങ്ങുകയായിരുന്നു. കൃഷ്ണമോൾ അലീനയെ തന്നെ നോക്കി അലീനയുടെ അടുത്ത് വന്നിരുന്നു. അവളുടെ മനസ്സിലേക്ക് പഴയ പല ഓർമ്മകളും കടന്നു വന്നു. അവൾക്ക് വളരെ സങ്കടം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ബാലചന്ദ്രൻ പിന്നീട് അവളെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് കിടന്നുറങ്ങാൻ പറഞ്ഞു. കൃഷ്ണമോൾ അലീനയോട് ചേർന്ന് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവളുടെ മനസ്സിലുള്ള സങ്കടം അവളുടെ മുഖത്ത് കാണാമായിരുന്നു. ബാലചന്ദ്രൻ ഇവർ കിടക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നോക്കിയിരുന്നു. രാവിലെ ബാലചന്ദ്രൻ എണീറ്റ് പുറത്തേക്ക് പോയി. ഫോൺ ഓണാക്കിയപ്പോൾ മനുവിൻ്റെ മിസ് കോൾ കണ്ടു. മനുവിനെ തിരികെ വിളിച്ചു. മനു ചോദിച്ചു, അങ്കിൾ ഇത് എവിടെയാണ്? അങ്കിൾ ഇത് എന്ത് പണിയാണ് കാണിച്ചത്? ആരോടും പറയാതെ ഇത് എങ്ങോട്ടാണ് പോയത്? ആരൊക്കെ കൂടെയുണ്ടെന്നൊക്കെ ചോദിച്ചു. ബാലചന്ദ്രൻ എല്ലാ കാര്യവും പറഞ്ഞു. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം, പക്ഷേ നീ ആരോടും പറയാതെ വരണം. അപ്പോൾ മനു സമ്മതിച്ചു. അലീന ഉറക്കമുണർന്നപ്പോൾ കൃഷ്ണമോൾ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് കണ്ടത്. അലീന എണീറ്റ് സ്നേഹത്തോടെ അവളുടെ മുഖത്ത് തലോടി. എന്നിട്ട് എണീറ്റ് പുറത്തേക്ക് വന്നപ്പോൾ ബാലചന്ദ്രൻ പുറത്തുനിന്ന് വന്നു. അപ്പോൾ അവിടെ ചായ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അലീനയും ബാലചന്ദ്രനും കൂടി ചായ കുടിച്ചു. അലീന പറഞ്ഞു, എനിക്ക് ഇന്നലെയൊക്കെ മനസ്സിന് വല്ലാത്ത ഭാരമായിരുന്നു. എല്ലാ കാര്യവും സാർ അറിഞ്ഞുവെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സാറിന് എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം, എന്നെ കൊല്ലാം, എന്നെ അടിമയെപ്പോലെ പണിയെടുപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഞാനൊരു ദുഷ്ടനാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേനെ. പക്ഷേ എനിക്ക് തോന്നുന്നത് നിന്നെ എൻ്റെ മകളെപ്പോലെ കാണാനാണ്. നിനക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെപ്പോലെയുള്ള എല്ലാ അവകാശവും അധികാരവും ഉണ്ട്. പക്ഷേ അലീന പറയുന്നു, പക്ഷേ എനിക്കറിയാമല്ലോ, അങ്ങനെയൊന്നും അല്ല എന്ന് എനിക്കറിയാമല്ലോ എന്ന് അലീന സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ഉണർന്നു. അവൾ നോക്കുമ്പോൾ അച്ഛനും അലീന ചേച്ചിയും കൂടെ സംസാരിച്ചിരിക്കുന്നതാണ് കണ്ടത്. അവളത് വളരെ സന്തോഷത്തോടെ നോക്കിയിരുന്നു. അവൾക്ക് അലീനയോട് ഭയങ്കരമായ സ്നേഹം തോന്നി. അലീന മുറിയിലേക്ക് വന്നപ്പോൾ കൃഷ്ണ പറഞ്ഞു, എനിക്ക് മാറിയിടാൻ വേണ്ടി വേറെ ഡ്രസ്സ് തരാമോ എന്ന് ചോദിച്ചു. അലീന അതെടുത്ത് കൊടുത്തു. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, നിൻ്റെ പിണക്കമൊക്കെ മാറിയോന്ന്? അപ്പോൾ എല്ലാം മാറിയെന്ന് വളരെ സന്തോഷത്തോടെ കൃഷ്ണമോൾ പറഞ്ഞിട്ട് അവൾ ബാത്റൂമിലേക്ക് കയറിപ്പോയി. വൈജ വളരെ ടെൻഷനോടെ രാജീവിനെ വിളിക്കുകയാണ്. ഇതുവരെ ബാലചന്ദ്രൻ തിരികെ വന്നില്ലല്ലോ, ഒരു വിവരവും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാജീവ് ചോദിക്കുന്നു, ഫോണിൽ വിളിച്ച് നോക്കിയാൽ അലീന അവിടെ എറണാകുളത്ത് എത്തിയോ എന്നൊക്കെ അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ എറണാകുളത്തെ ആരുടെ നമ്പർ വൈജയുടെ കയ്യിലില്ലായിരുന്നു. ഇനി അമ്മയുടെ ഫോണിലുണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം വൈജ പറയുന്നു, എൻ്റെ ടെൻഷൻ ഇനി ബാലചന്ദ്രൻ അലീനയും കൂടെ കൂട്ടിക്കൊണ്ടാണോ പോയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റുപോയില്ലേ രാജീവേട്ടാ എന്ന് വൈജയന്തി ചോദിക്കുന്നു.